പണ്ട് പണ്ട് ദമാസ്കസ് നഗരത്തിൽ അഹ്മദ് അഷ്ഖാഖ് എന്നൊരു ചെരുപ്പുകുത്തി ജീവിച്ചിരുന്നു. അയാൾ സമ്പന്നനോ പ്രമുഖനോ ആയിരുന്നില്ല. പക്ഷെ സത്യസന്ധനും കഠിനാധ്വാനിയുമായിരുന്നു. എല്ലാ ദിവസവും അയാൾ തന്റെ ചെറിയ കടയിലിരുന്ന് ചെരുപ്പുകൾ നന്നാക്കുകയും തുന്നുകയും ചെയ്യും. ടപ് 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 എന്ന ശബ്ദത്തിൽ അയാളുടെ ചുറ്റിക താളം പിടിച്ചു. ഓരോ തുന്നലിലും സൂചി മുന്നോട്ട് നീങ്ങി. അഹ്മദ് ഇങ്ങനെ രാപ്പകൽ ഭേദമില്ലാതെ കഠിനാധ്വാനം ചെയ്യാൻ ഒരു കാരണമുണ്ട്. അയാളുടെ ഹൃദയത്തിൽ പ്രിയങ്കരമായ ഒരു സ്വപ്നമുണ്ട്. മക്കയിൽ പോയി പുണ്യകർമ്മം ഹജ്ജ് നിറവേറ്റുക. അത് കുട്ടിക്കാലം മുതൽക്കുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നു. ആ സ്വപ്നം നിറവേറ്റാനായി അയാൾ എത്ര കാലം അധ്വാനിച്ചുവെന്ന് കൂട്ടുകാർക്കറിയാമോ? 1 വർഷമല്ല, 10 വർഷമല്ല, നീണ്ട 40 വർഷങ്ങൾ. രാവും പകലും അധ്വാനിച്ച് കിട്ടുന്ന ഓരോ ചെറിയ നാണയവും അയാൾ സൂക്ഷിച്ചു വെച്ചു. ഒടുവിൽ 40 വർഷങ്ങൾക്ക് ശേഷം ഹജ്ജിനാവശ്യമായ പണം അഹമ്മദ് സ്വരുക്കൂട്ടി. അയാൾ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. തന്റെ ചെറിയ സഞ്ചിയെടുത്ത് പണം അതിൽ ഭദ്രമായി വെച്ച് പുണ്യയാത്രയ്ക്കായി മനസ്സും ശരീരവും പാകപ്പെടുത്തി. അയാളുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു. അങ്ങനെയിരിക്കെ അപ്രതീക്ഷിതമായ ഒരു സംഭവമുണ്ടായി. അയൽവാസിയുടെ വീട്ടിലേക്ക് ഒരു ചെറിയ ആവശ്യത്തിനായി അയാൾ തന്റെ കൊച്ചുമകനെ അയച്ചിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം കുട്ടി തിരികെ വന്നു. കരഞ്ഞുകൊണ്ടാണ് അവൻ വന്നത്. എന്താണ് കുഞ്ഞേ, എന്തുപറ്റി? അഹമ്മദ് സ്നേഹത്തോടെ ചോദിച്ചു. കുട്ടി തേങ്ങിക്കൊണ്ട് പറഞ്ഞു, അവർ അവിടെ ഇറച്ചി കഴിക്കുന്നുണ്ടായിരുന്നു. ഞാനൊരു ചെറിയ കഷ്ണം ചോദിച്ചു, പക്ഷെ അവർ എനിക്ക് തന്നില്ല. കൊച്ചുമകന്റെ വാക്കുകൾ കേട്ടപ്പോ അഹ്മദ് അഷ്ഖാഖിന് കോപം വന്നു. ഇവരൊക്കെ എന്ത് തരം ആളുകളാണ്? അയൽക്കാർ കേൾക്കെ അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഒരു കുട്ടി എന്തോ ചോദിച്ചിട്ട് അത് കൊടുക്കാൻ കൂടി കരുണയില്ലാത്തവരാണോ ഇവർ? അഹ്മദിന്റെ അയൽക്കാർ ഇത് കേട്ടിരുന്നു. അധികം വൈകാതെ അയൽക്കാർ അയാളുടെ വാതിൽക്കലെത്തി. അവർ മെലിഞ്ഞവരും ദുർബലരുമായിരുന്നു. അവരുടെ കണ്ണുകൾ കുഴിഞ്ഞിരുന്നു, ശരീരം വിറച്ചിരുന്നു. ദുർബലവും ക്ഷീണിച്ചതുമായ സ്വരത്തിൽ അവർ പറഞ്ഞു, 4-5 ദിവസമായി ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടില്ല, പട്ടിണിയിലായിരുന്നു. ഇന്ന് ഞങ്ങൾ വയലിൽ ചത്തുകിടക്കുന്ന ഒരു ആടിനെ കണ്ടു. ജീവൻ നിലനിർത്താൻ വേണ്ടി ഞങ്ങൾ ആ ശവം പാചകം ചെയ്ത് കഴിക്കുകയായിരുന്നു. ചത്ത ആടിന്റെ ഇറച്ചി ഞങ്ങൾ എങ്ങനെ നിങ്ങളുടെ കുട്ടിക്ക് കൊടുക്കും? അഹമ്മദ് ഞെട്ടിപ്പോയി. അയാൾ അവരുടെ എല്ലുന്തിയ മുഖങ്ങളിലേക്കും ഒട്ടിയ കവിളുകളിലേക്കും കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങളിലേക്കും നോക്കി. അവരുടെ ദുരിതം വ്യക്തമായിരുന്നു. അവർ ശരിക്കും പട്ടിണിക്കാരായിരുന്നു. അയൽക്കാരുടെ അവസ്ഥ കണ്ട അഹമ്മദിന്റെ ഹൃദയം വേദനിച്ചു. അയാൾ സ്വയം ചിന്തിച്ചു, 40 വർഷം ഞാൻ മക്കയിലേക്ക് പോകാൻ വേണ്ടി അധ്വാനിച്ചു. പക്ഷെ അടുത്ത വീട്ടിൽ അള്ളാഹുവിന്റെ ഒരു അടിമ പട്ടിണി കിടന്ന് പ്രയാസപ്പെടുമ്പോ എനിക്ക് എങ്ങനെ അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് യാത്ര ചെയ്യാൻ കഴിയും? എന്റെ സ്വപ്നം നിറവേറ്റാൻ അയൽക്കാരന്റെ ദുരിതം അവഗണിച്ച് ഞാൻ പോയാൽ അള്ളാഹു എന്നിൽ സന്തുഷ്ടനാകുമോ? ഈ പാവങ്ങളെ സഹായിച്ചാലല്ലേ ഹജ്ജിന് പോകുന്നതിനേക്കാൾ ദൈവപ്രീതി ലഭിക്കുക? അഹ്മദ് എന്താണ് തീരുമാനിച്ചതെന്ന് കൂട്ടുകാർക്കറിയാമോ? തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായ ഹജ്ജ് കർമ്മത്തിന് പോകുമോ, അതോ പട്ടിണി കിടക്കുന്ന തന്റെ അയൽക്കാരനെയും അവന്റെ കുടുംബത്തെയും സഹായിക്കുമോ? ഉറച്ച ഒരു തീരുമാനത്തിലെത്താൻ അഹ്മദിന് അധിക നേരം ആലോചിക്കേണ്ടി വന്നില്ല. 40 വർഷം കൊണ്ട് അയാൾ സ്വരൂപിച്ച പണമടങ്ങിയ സഞ്ചി അഹ്മദ് പുറത്തെടുത്തു. അത് അയൽവാസിയുടെ കൈകളിലേക്ക് മൃദുവായി വെച്ചുകൊടുത്തുകൊണ്ട് അയാൾ പറഞ്ഞു, ഇതാ, ഇത് ഞാൻ ഹജ്ജിന് വേണ്ടി സമ്പാദിച്ചു വെച്ച പണമാണ്. ഇതുപയോഗിച്ച് നിങ്ങൾ ഭക്ഷണം വാങ്ങി കഴിക്കുക, നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെയാണ് ഈ വർഷത്തെ എന്റെ ഹജ്ജ്. ഈ കുടിലാണ് എന്റെ മക്ക. അയൽക്കാർ നന്ദിയോടെ കരഞ്ഞു. സ്നേഹവും ദയയും നിറഞ്ഞ ആ ചെറിയ കുടിൽ ഏറ്റവും വലിയ കൊട്ടാരത്തെക്കാൾ ശോഭയോടെ പ്രകാശിച്ചു. ആരാധന എന്നത് വെറും ആചാരങ്ങളിൽ മാത്രമല്ല, ദയയും അനുകമ്പയും കൂടിയാണ് എന്നാണ് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത്. വിശക്കുന്ന അയൽക്കാരനെ സഹായിക്കുക, പാവങ്ങളെ സംരക്ഷിക്കുക, നമുക്കുള്ളത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക, ഇതെല്ലാം നമ്മെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന പ്രവൃത്തികളാണ്. അഹ്മദ് അഷ്ഖാഖ് കാണിച്ചു തന്നത് ഏറ്റവും വലിയ തീർത്ഥാടനം ചിലപ്പോൾ മറ്റുള്ളവരെ സേവിക്കുന്നതിലാണ് എന്നതാണ്. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുന്നവൻ സത്യവിശ്വാസിയല്ലെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത് എപ്പോഴും ഓർക്കണം.